ചിലരുടെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറയുകയാണ്. എപ്പോഴാണ് നമ്മൾ ഒരാളെ വിധിക്കുക എന്ന് ചോദിച്ചാൽ, അത് എപ്പോഴും നമ്മൾ ഇത്തിരി കൂടി നല്ല ആളുകളാണ് എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത്. അവനേക്കാളും നന്നായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു, അവൻ ചില പാപങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാനത് ചെയ്യുന്നില്ല, അവൻ പ്രാർത്ഥിക്കാത്ത സമയങ്ങളുണ്ട്, പക്ഷെ ഞാൻ എല്ലാ സമയവും പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരെക്കാളും ഞാൻ ഇത്തിരി കൂടി മേന്മയുള്ളവനാണ് എന്നെനിക്കൊരു തോന്നൽ വരുമ്പോഴാണ് ഞാൻ മറ്റുള്ളവരെ വിധിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലും ഇന്നത്തെ ലേഖന ഭാഗത്തിലും സഭ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വിധിക്കരുത്, അപ്പൊ നിങ്ങളും വിധിക്കപ്പെടുകയില്ല എന്ന് പറയുകയാണ്. നിന്നെ ദൈവം ഒരിത്തിരി മേന്മയുള്ളവനായിട്ട് സൃഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ, നിന്നെ ദൈവം പാപത്തിൽ നിന്നെല്ലാം കാത്തു രക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നീ ചെയ്ത ചെറിയ പാപങ്ങളെങ്കിലും ദൈവം നിന്നോട് ക്ഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ മേന്മ നടിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർ വിധിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇന്നത്തെ ലേഖനഭാഗത്തിലൂടെ പൗലോസിലെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവകരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ല. ദൈവം നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് അതിന്റെ ലക്ഷ്യമല്ലാതെ ദൈവത്തിന്റെ കരുണ എനിക്ക് ലഭിച്ചു, ദൈവം എന്നെ ശിക്ഷിച്ചില്ല എന്ന് കരുതി മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ഇന്നത്തെ വചനഭാഗത്തിലൂടെ പൗലോസിലെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി കളയാനായിട്ടുള്ള ഒരു പ്രമുഖമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.